യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതിയ പെരുമ്പളം പാലവും LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വേമ്പനാട് കായലിന് കുറുകെ 1 കിലോമീറ്ററിലേറെ നീളത്തിൽ നിർമ്മിച്ച പാലം മാർച്ച് 3 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. കായലിനാൽ ചുറ്റപ്പെട്ട പെരുമ്പളം പഞ്ചായത്തിനെ പടിഞ്ഞാറേക്കരയുമായി ബന്ധിപ്പിക്കുന്നതാണ് കിഫ്ബിയുടെ 100 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച പാലം. ഒറ്റപ്പെടലിന്റെ തീരാ ദുരിതം പേറിയ ജനതയ്ക്ക് പുതുജീവിതം സമ്മാനിക്കുന്നതും പ്രകൃതി രമണീയമായ പെരുമ്പളം ദ്വീപിലും പരിസരത്തും വിനോദസഞ്ചാര വികസനം സാധ്യമാക്കുന്നതാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതി. കോടതി വ്യവഹാരം ഉൾപ്പെടെ വെല്ലുവിളി അതിജീവിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. 10,000-ൽ പരം മാത്രമുള്ള പെരുമ്പളത്തുകാർക്കായി 100 കോടിയിലേറെ ചെലവിട്ട് പാലം നിർമ്മിച്ചത് കേരള വികസന ചരിത്രത്തിൽ സുപ്രധാനമായി. എല്ലാവരിലും വികസനത്തിന്റെ സ്വാദ് എത്തണമെന്ന സർക്കാർ നയമാണ് നാടിന് അനുഗ്രഹമായത്. 11 മീറ്റർ വീതിയിൽ അരൂക്കുറ്റി പഞ്ചായത്തിലെ വടുതലയിൽ തുടങ്ങുന്ന പാലം വിസ്മയ കാഴ്ച തന്നെയാണ്. പാലം സഞ്ചാരത്തിന് സജ്ജമായതോടെ പെരുമ്പളം ദ്വീപ് നിവാസികൾ വലിയ ആഘോഷത്തിലാണ്. പാലം തുറക്കുന്നതോടെ പതിറ്റാണ്ടുകളായി ബോട്ടുകളെ ആശ്രയിച്ചിരുന്ന പെരുമ്പളം ദ്വീപ് നിവാസികൾക്ക് കരമാർഗമുള്ള യാത്ര സഫലമാകും. ബോട്ടുകളെയും ജങ്കാറിനെയും ആശ്രയിച്ചിരുന്ന നാട്ടുകാർക്ക് ചികിത്സ, വിദ്യാഭ്യാസം, ചരക്കു ഗതാഗതം എന്നിവയിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളും ഇതോടെ പഴങ്കഥയാകും. റേഷൻ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ഇനി കരമാർഗമെത്തും. KSRTCയും സ്വകാര്യ ബസ്സുകളും ഉടൻ സർവീസ് ആരംഭിക്കും. വടുതലയിലെ KSCB നിലയത്തിൽ നിന്ന് പാലം വഴി പുതിയ കേബിൾ സ്ഥാപിച്ചതോടെ വൈദ്യുതി മുടക്കങ്ങൾ കുറയും. വിനോദസഞ്ചാരത്തിന്റെയും വലിയ സാധ്യതകളാണ് പാലം സൃഷ്ടിക്കുക. ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ് പെരുമ്പളം ദ്വീപെങ്കിലും ഭൂമിശാസ്ത്രപരമായി കൊച്ചി നഗരത്തോടാണ് ദ്വീപിന് കൂടുതൽ അടുപ്പം. ഒരു ചെറിയ ഭൂപ്രദേശത്തിന് നിരവധി കാവുകളും ക്ഷേത്രങ്ങളും അപൂർവ കൃഷികളും മത്സ്യബന്ധനവും എല്ലാമായി അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ചുറ്റിലും. കായലിൽ നിർമ്മിച്ച പാലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതെന്ന സവിശേഷത കൂടി പൂച്ചാക്കൽ പെരുമ്പളം പാലത്തിനുണ്ട്. 11 മീറ്റർ വീതിയുള്ള പാലത്തിന്റെ മധ്യഭാഗത്തെ 12 മീറ്റർ വീതിയിലുള്ള ബോക്സ് റിംഗ് ആർച്ച് ഘടനയാണ് മുഖ്യ ആകർഷണം. മഴവിൽ നിറങ്ങളിൽ അലങ്കരിച്ച ഈ ഭാഗം വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാകും. ഇരുവശങ്ങളിലും നടപ്പാതകളും 300 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡുകളും ഒരുക്കിയിട്ടുണ്ട്. ജിയോ ഗ്രിഡ്, ജിയോ ടെക്സ്റ്റൈൽ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്.